ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ ഒരു പിടി എക്സാമുകൾ നമ്മുടെ 2026 വരാൻ പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ഈ പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGS. ഈ LGS പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഉള്ളവർക്കും ഇത് എഴുതാമെന്നതാണ്. സോ നമുക്ക് ജോലിക്ക് പോകുന്നവർ എങ്ങനെയാണ് കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയണം. നമ്മളിൽ പലരും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫിമിലോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ ഒക്കെ ജോലി ചെയ്യുന്നവരും ഉണ്ടാകാം നമ്മുടെ കൂട്ടത്തിൽ. എല്ലാ PSC ഉദ്യോഗാർത്ഥികളും മുഴുവൻ സമയം പ്രിപ്പയർ ചെയ്യുന്നവരാവണമെന്നില്ല. അപ്പോൾ ഒരു ജോലിക്ക് പോകേണ്ടവർ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസിനെ സ്മാർട്ടായിട്ട് സമീപിക്കണം. നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓക്കെ 10th പ്രിലിംസും ഉണ്ട്, അതിന്റെ മെയിൻസ് ആയിട്ടാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ രണ്ടിനും ഒരേ സിലബസ് ആയിരിക്കും. കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസിനും മെയിൻസിനും ഒരേ സിലബസ് തന്നെ ആയിരിക്കും. അത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അനുഗ്രഹമല്ലേ? കാരണം നമ്മൾ മെയിൻസിന് വേണ്ടി പ്രത്യേകം പഠിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ LGSന്റെ സിലബസ് എന്ന് പറയുന്നത് 80 മാർക്ക് GKയും അതേപോലെ തന്നെ എന്താണ് 20 മാർക്ക് നമ്മുടെ മാത്സും അല്ലെങ്കിൽ മെന്റൽ അബിലിറ്റി, നമുക്ക് മാത്സും തന്നെ പറയാം. അപ്പൊ ഈ ഒരു സിലബസ് ആണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു A4 സൈസ് പേപ്പറിൽ എന്ത് ചെയ്യുക, നമ്മുടെ സിലബസ് അങ്ങ് പ്രിന്റ് എടുത്ത് വെക്കുക. ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു PSC ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചോളം ആദ്യം അറിയേണ്ടതെന്ന് വെച്ചാൽ സിലബസിനെ നല്ല രീതിയിൽ അറിയുക. ഈ സിലബസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം വരുന്നത്. സോ നമ്മൾ സിലബസിനെ അറിയണമല്ലോ. ഇനി സിലബസിൽ ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് കറണ്ട് അഫയേഴ്സിനും മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റിക്കാണ്. ആ ഒരു ഭാഗം സെറ്റാക്കിയാൽ തന്നെ നമ്മളൊരു ഒരുമാതിരിയുള്ള സ്കോറായി. ഇതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റുള്ള സബ്ജക്ട്സിലേക്ക് പോകാൻ പാടുള്ളൂ. സയൻസ് ഒക്കെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ആ ഒരു രീതി തന്നെ നമുക്ക് ഒരു പാറ്റേൺ നമ്മൾ അറിയണം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമ്മൾ അറിയണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പറയുന്നത് എന്തിനാണ്? മാത്സിനും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനുമാണ്. അതിനുശേഷം സയൻസ്, പിന്നെ ആണ് ഈ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും പൊളിറ്റി ഒക്കെ വരണത്. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അതിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരായിക്കോട്ടെ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ എന്ത് ചെയ്യണം? സിലബസ് സ്മാർട്ടായിട്ട് തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്യണം. ഇനി എന്താണ് ജോലിക്ക് പോകുന്നവരെ പറ്റി പറയുകയാണെങ്കിൽ സമയം കണ്ടെത്താനുള്ള വഴികൾ നമുക്ക് നോക്കാം. മോർണിംഗ് സെഷൻ, അതായത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസും അതേപോലെ ബ്രെയിനൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമാണ് ഈ പറയുന്ന പ്രഭാതം എന്ന് പറയുന്നത്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഒരു പ്രഭാതത്തിന്റെ ഒരു 1 hour എന്തിനു വേണ്ടി മാറ്റി വെക്കുക? PSC പഠനത്തിന് വേണ്ടി അങ്ങ് മാറ്റി വെക്കുക. കാരണം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പുള്ള ഒരു സമയം. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളോ കണക്കോ പഠിക്കാൻ ഈ സമയം മാറ്റി വെക്കുക. അതായത് ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചോളം കണക്ക് എന്നുള്ളതൊരു കീറാമുട്ടിയാണ്. സോ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ആക്കണം. ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയം എപ്പോഴാണ്? ഈ പറയുന്ന രാവിലെയാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മാത്സ് പഠിക്കാം. ഇനി മാത്സ് നല്ലപോലെ അറിയാവുന്ന ആളുകളുണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ. അവർക്ക് സംബന്ധിച്ചോളം ഈ പറയുന്ന ബുദ്ധിമുട്ടേറിയ വിഷയങ്ങളൊക്കെ, അതായത് ഇപ്പോഴും ഈ പറയുന്ന മറന്നു പോകാൻ ചാൻസ് ഉള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മാത്സ് നല്ലപോലെ അറിയാവുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന മറവി ഉണ്ടാകുക. അതായത് അവർക്ക് ഈ പറയുന്ന സ്റ്റാറ്റിക് ടോപ്പിക്സ്, അതായത് ഇപ്പോൾ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന രാവിലെ എന്നുള്ളത് ചെലവഴിക്കണം. കാരണം രാവിലെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, മറക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പണ്ട് കാലത്ത് ട്യൂഷന് വെളുപ്പിനെ ആ ഒരു സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇനി യാത്രാവേളകൾ ബ്രേക്ക് ഇട്ട് നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ ഈ പറയുന്ന PSCയുടെ ഓഡിയോ ക്ലാസ്സുകളൊക്കെ കാണും. ഏറ്റവും നല്ലത് നിങ്ങളൊരു യൂട്യൂബ് പ്രീമിയം അങ്ങ് വാങ്ങി വെക്കുക. അധികം പൈസ ആവില്ല. ഒരു യൂട്യൂബ് പ്രീമിയം വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ക്വിസുകളിൽ പങ്കെടുക്കാനും ഈ സമയം ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽ അടിച്ച് കാണുന്നതിന് പകരം ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് എക്സാമുകളോ അല്ലെങ്കിൽ പോളുകളോ ക്വിസുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂട്ടിയുള്ളൂ. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ കാണാനായിട്ട് നമുക്കിനി സമയം ഉണ്ടാകാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം റീൽ കാണുകയും ചെയ്യാം, നമുക്ക് റീൽ എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നൈറ്റ് സെഷൻ, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നൈറ്റ് സെഷൻ നോക്കുകയാണെങ്കിൽ അന്നേ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. അതായത് രാവിലെ പഠിച്ച കാര്യം എന്ത് ചെയ്യണം? നമ്മൾ വൈകിട്ട് റിവൈസ് ചെയ്യണം. സോ രാവിലെ പഠിക്കുക, വൈകിട്ട് റിവൈസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രിലിംസും നമ്മൾ ക്വാളിഫൈ ആവും, അതേപോലെ മെയിൻസ് ക്വാളിഫൈ ചെയ്ത് നല്ലൊരു റാങ്കിലേക്കും വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്നുള്ളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGS കിട്ടും. ഇത് ഒരിക്കലും ഒരു IAS പരീക്ഷയൊന്നും അല്ല. നമുക്ക് ഈ പറയുന്ന ഇവൻ IAS പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ജോലിക്ക് പോയി പ്രിപ്പയർ ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട്, ക്രാക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ IAS സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? കമ്പനി ബോർഡ് LGS ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ചെറിയ ഒരു
ദിവസം നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. നമുക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുമോ അപ്പോഴൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഒരു ടെലിഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലോ എന്തെങ്കിലും നോട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് താരം. അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു LGS എക്സാം ആണ്. LGS എക്സാമിനെ സംബന്ധിച്ചോളം നമ്മൾ ഡിഗ്രി ലെവൽ പോലെയൊന്നുമല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ PSC പരീക്ഷയുടെ പഴയ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുക, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ റിലേറ്റഡ് ഫാക്ട്സ് എന്താണെന്ന് നോക്കി വെക്കണം. ഇങ്ങനെ നോക്കി വെച്ചാൽ തന്നെ നമ്മൾ പകുതി നമ്മുടെ വിജയം എന്നുള്ളത് സെറ്റായി. കാര്യം എന്ന് വെച്ചാൽ LGS എക്സാമിന് എന്താണ്, ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും അതും നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെക്കണം. സോ PYQ വർക്കൗട്ട് എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഒക്കെ നിങ്ങൾക്ക് അവധി കിട്ടുന്ന ദിവസം ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ദിവസങ്ങൾ എന്തിനായിട്ട് മാറ്റിവെക്കുക, നമ്മുടെ PYQ വർക്കൗട്ടിനായിട്ട് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇനി റിവിഷൻ സ്ട്രാറ്റജി എന്താ നോക്കിയാലോ. ആഴ്ച മുഴുവൻ പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച നിർബന്ധമായി റിവൈസ് ചെയ്യുക. ഈ PYQ വർക്കൗട്ട് പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച നിങ്ങൾ, അതായത് വീക്കെൻഡ് അവസാനിക്കുന്ന ദിവസം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനുള്ള ഒരു ദിവസമാക്കി മാറ്റുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ അങ്ങനെയാണ് പോകുന്നത്. അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാക്കുക ഈ പറഞ്ഞ ഞായറാഴ്ച. അതിനോടൊപ്പം തന്നെ PYQ കൂടി വർക്കൗട്ട് ചെയ്യുക. ജോലിക്ക് പോകുന്നവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുകയാണ്. അതായത് നമുക്ക് ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരിക്കാം, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാകാം. സോ മറവി സ്വാഭാവികമാണ്. സോ അതൊന്ന് മൂർച്ച കൂട്ടാനായിട്ട്, പഠിച്ച കാര്യങ്ങളൊന്ന് മൂർച്ച കൂട്ടാനായിട്ട് ഈ പറഞ്ഞ ദിവസം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ജോലി ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ജോലി എന്നുള്ളത് നിങ്ങളുടെ ഒരു ഗവൺമെന്റ് ജോലിക്ക് ഒരിക്കലും തടസ്സമാകരുത്. ഈ കമ്പനി ബോർഡ് LGS എന്നുള്ളത് ഒരു കിട്ടാക്കനിയൊന്നുമല്ല. നമ്മൾ ആഞ്ഞു പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂടെ പോരും. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിലോ അല്ലെങ്കിൽ ഈ നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.